ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നോക്കിയത്. അതിൽ നമ്മൾ കായിക പ്രജനനം എന്താണെന്നും ലൈംഗിക പ്രത്യുൽപാദനം എന്താണെന്നും പഠിച്ചു. അതിനൊക്കെയുള്ള എക്സാമ്പിൾസും പഠിച്ചു. ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 2 കുട്ടികളുടെ ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. ഒരു കുട്ടിയുടെ വീട്ടിൽ പേരക്ക ഉണ്ടായിട്ടുണ്ട്. ആ പേരമരത്തിൽ നിറയെ പേരക്കയും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു പേരക്കയുടെ ഒരു കമ്പ് തരുമോ എന്ന് ചോദിക്കണം. അപ്പോൾ മറ്റേ കുട്ടി പറഞ്ഞു, പേരക്കയും തരാം കമ്പും തരാം, പക്ഷേ പേരയുടെ കമ്പ് മുളക്കുമോ? വിത്ത് മുളച്ച് പിന്നെ കായായി വരാൻ കുറേ സമയം എടുക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ കുട്ടി പറഞ്ഞ് ശരിയാണല്ലേ, പേരയുടെ കമ്പ് മുളക്കാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇതേ പേരയ്ക്ക് തന്നെ കിട്ടും വേണം. അപ്പോൾ പെട്ടെന്ന് മറ്റേ വിത്ത് മുളച്ച് കായാവാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്നത്. അതായത് ഈ പേരക്കയുടെ തന്നെ കൊമ്പിൽ വേര് മുളപ്പിച്ചിട്ട് അവിടുന്ന് അത് കട്ട് ചെയ്തിട്ട് മാറ്റി നടുന്ന പ്രോസസ്സാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനൊരു പേര് ലെയറിങ് എന്നാണ്. അപ്പോൾ ലെയറിങ് എന്താണെന്ന് നോക്കാം. ലെയറിങ് എന്താണെന്ന് വായിച്ചു നോക്കാം. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പതിവെക്കൽ അഥവാ ലെയറിങ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഒരു മാതൃസസ്യത്തിൽ നിന്ന് ഏത് സസ്യത്തിലാണോ നമുക്ക് ചെയ്യേണ്ടത്, ഏത് സസ്യത്തിൻ്റെ ഫ്രൂട്ടാണോ നമുക്ക് കിട്ടേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ആ സസ്യം സെലക്ട് ചെയ്യുക. അതാണ് മാതൃസസ്യം. ഈ മാതൃസസ്യത്തിൽ പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് സെലക്ട് ചെയ്തിട്ട് ആ കമ്പിൻ്റെ 2 നോഡുകൾക്കിടയിൽ, പർവ്വങ്ങൾ എന്നാണ് പറയില്ല, നോഡ്സ് കാണല്ലോ, ഈ നോഡുകൾക്കിടയിൽ ഒരു 1-2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വളയാകൃതിയിൽ അതിൻ്റെ തൊലി എന്ത് ചെയ്യുക, ചെത്തി മാറ്റുക. എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ട് അതിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നനവൊക്കെ ആയിട്ട് നനച്ചിട്ട് ആ ഭാഗത്ത് നമ്മൾ തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് പൊതിഞ്ഞ് ഒരു പോളിത്തീൻ കവർ കൊണ്ട് കെട്ടിവെക്കുക. 2 സൈഡും കെട്ടിവെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് തെളിയിച്ച് കൊടുക്കുക. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ്, ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം അത് തുറന്നിട്ട്, അപ്പോൾ അവിടെ എന്തിട്ടുണ്ടാവും, വേരുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ ഒരു ചെടിച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കൊക്കെ മാറ്റാം. പിന്നെ വളർന്നു തുടങ്ങുമ്പോൾ കുറച്ച് വലുതാകുമ്പോൾ പിന്നെ മണ്ണിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ് പതിവെക്കൽ, അതിനുള്ള ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ നിന്ന് വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ. അപ്പോൾ സപ്പോട്ട, പേര, ചാമ്പ ഇങ്ങനെയൊക്കെയുള്ളതിൽ ഈ മെത്തേഡ് നടക്കുള്ളൂ. അപ്പോൾ ലെയറിങ് 2 വിധമുണ്ട്. ഈ ലെയറിങ്, ഇപ്പോൾ പറഞ്ഞ ലെയറിങ് എയർ ലെയറിങ് ആണ്, അതായത് വായുവിൽ പതിവെക്കൽ. ഇപ്പോൾ നമ്മൾ സപ്പോട്ടയിലും പേരയിലൊക്കെ ചെയ്യുന്നത്. ഇനി കുരുമുളക് പോലുള്ള ചെടികളിൽ നാഗപതിവെക്കലാണ്, അതായത് സെർപ്പൻ്റെയും ലെയറിങ്. ഈ കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിൻ്റെ അടിയിലേക്ക് വളച്ച് വെച്ചിട്ട്, അതായത് അതിൻ്റെ ഓരോ പർവ്വങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് അത് മണ്ണിട്ട് മൂടിക്കാണ്ട് ആണ് ലെയറിങ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുതിയ സസ്യം വളർന്നു വന്നോളൂ. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 2 തരമുണ്ട് ലെയറിങ്, വായുവിൽ പതിവെക്കലും നാഗപതിവെക്കലും. അപ്പോൾ അതിനൊക്കെയുള്ള എക്സാമ്പിൾസ് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എയർ ലെയറിങ്ങിന് എക്സാമ്പിൾസ് നമ്മളിപ്പോൾ പറഞ്ഞ പേരയാണ്, മറ്റേത് കുരുമുളക്. നാഗപതിവെക്കൽ. ഇനി ഇങ്ങനെ പതിവെച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗുണങ്ങളുണ്ട് ദോഷങ്ങളും മിക്സ് ചെയ്ത് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സയൻസിൻ്റെ നോട്ട് ബുക്ക് എടുത്തിട്ട് 2 തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ്. ഒരു ബോക്സിൻ്റെ മേലെ എന്താ എഴുതുക, പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകളല്ല, ഗുണങ്ങളെന്ന് കൊടുക്കുക. എന്നിട്ട് പിന്നെ 2ാമത്തെ ബോക്സ്, 2 ബോക്സ് ഇങ്ങനെ വരക്കുക. 2ാമത്തെ ബോക്സിൽ നമ്മൾ എന്താ എഴുതുക, പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ദോഷങ്ങളും എഴുതുക. അപ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പുതിയ ചെടിക്കും ഉണ്ടാകും. പിന്നെ എന്താണ്, പെട്ടെന്ന് കായ്ക്കും പൂക്കൊക്കെ ചെയ്യും. പിന്നെ ആ സസ്യത്തിലുള്ളതിൻ്റെ ആ ഒരു ഫലത്തിൻ്റെ അതേ ഗുണം ഈ ഫലത്തിനും ഉണ്ടാവും. അതൊക്കെ തന്നെയാണ്. ദോഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് വലിപ്പം കുറവായിരിക്കും, അതുപോലെ ആയുസ് കുറവായിരിക്കും, ആയുർദൈർഘ്യം കുറവായിരിക്കും. അതുപോലെ തന്നെ
തായ് വേര് പടലം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ തായ് വേര് പടലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ട്രെങ്ത് ആണല്ലേ, സ്ട്രോങ് ആയിട്ട് മണ്ണിനടിയിലേക്ക് ഇറങ്ങി പോയിട്ട് നന്നായി പിടിച്ച് നിൽക്കുന്ന വേരാണ്, അതുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു കാറ്റോ ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ദോഷം. പിന്നെ വേറെ എന്താണ്, കൂടുതൽ പരിചരണം ആവശ്യമാണ്. നമുക്കറിയാം നമ്മളൊരു മാങ്ങാണ്ടിയോ അല്ലെങ്കിൽ ഒരു ചക്കക്കുരു ഒക്കെ ആയിട്ട് പറമ്പിലേക്കവിടെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് അങ്ങനെ ഉണ്ട് വളർന്നോളും. നമ്മൾ അതിനെ പരിചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതങ്ങനെയല്ല, കൂടുതൽ കെയറിങ് ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ലെയറിങ് കഴിഞ്ഞു. ഇനി അടുത്തത് ഗ്രാഫ്റ്റിംഗ് ആണ്, കമ്പൊട്ടിക്കൽ. അതായത് ഇവിടെ 2 മാവിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നാടൻ മാവും കൊടുത്തിട്ടുണ്ട്, നീലം മാവും. അപ്പോൾ എന്തൊക്കെയാണ് നാടൻ മാവിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. നാടൻ മാവിൽ പല മാങ്ങകളൊക്കെ സാധാരണ ചെറിയ മാങ്ങകളായിരിക്കും, താരതമ്യേന വലിപ്പ സൈസ് കുറവായിരിക്കും. പിന്നെ പുളിയുള്ളതും ഉണ്ടാവാം, മധുരമുള്ളതും ഉണ്ടാവാം. പക്ഷേ അത് നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പക്ഷേ പ്രത്യേകിച്ച് പരിചരണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നീലമാവാണെങ്കിലോ മാങ്ങയൊക്കെ വലുതായിരിക്കും, നല്ല മധുരമുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ മണ്ണിൽ നന്നായി വളരാൻ കഴിയില്ല. അതുപോലെ നല്ല പരിചരണവും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെയുള്ള 2 മാവിൻ്റെ ഒരു കമ്പുകൾ തമ്മിൽ ഒട്ടിച്ചിട്ട് പുതിയ തൈ ഉണ്ടാക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിങ്. അപ്പോൾ ഗ്രാഫ്റ്റിങ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് 2 മാവ്, അതായത് 2 എണ്ണം വേണം. നമ്മൾ മൂവാണ്ടൻ മാവിൻ്റെയും അതുപോലെ തന്നെ നീലമാവിൻ്റെയും ഇത് വേണം. അതായത് ആദ്യം നമ്മൾ മൂവാണ്ടൻ മാവിൻ്റെ ഒരു തൈ തന്നെ വേണം, അതായത് വേരോട് കൂടിയ ഒരു ചെടി തന്നെ വേണം. അതായത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. അതിന് നമ്മളൊരു പേര് വിളിക്കും, റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുക. അതായത് ഈ വേരോട് കൂടിയ ഈ ചെടിയെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുക. പിന്നെ നമുക്ക് നീലമാവിൻ്റെ ആണോ ഏത് മാവിൻ്റെ ആണോ ഒട്ടിക്കേണ്ടത്, ഒട്ടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ആ കമ്പിനെ നമ്മൾ സയണം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ റൂട്ട് സ്റ്റോക്ക് പറഞ്ഞാൽ ആ തൈ എടുത്തിട്ട് അതിൻ്റെ അടിവശത്ത് നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ അളന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യുക. ആ 15 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അവിടെ ഒരു 4 സെൻറ്റിമീറ്റർ താഴത്തോട്ടായിട്ട് ഒരു വിടവ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നന്നായി കാണിച്ചിട്ടുണ്ട്, ഇതിൽ ഉണ്ടാക്കി വെക്കുക. പിന്നെ നമ്മൾ സയൺ എടുക്കുക, അതായത് ഏതാണോ ഒട്ടിക്കേണ്ട ആ കൊമ്പെടുത്തിട്ട് അതിൻ്റെ അടിവശം 2 വശത്തേക്കും ചരിഞ്ഞിങ്ങനെ കട്ട് ചെയ്യുക. ഇതിൽ കട്ട് ചെയ്ത പോലെ ചരിഞ്ഞ് കട്ട് ചെയ്യുക. ആ റൂട്ട് സ്റ്റോക്കിൻ്റെ ആ ഉള്ളിലേക്ക് അത് കെട്ടി വെക്കാനാണ്. അപ്പോൾ അങ്ങനെ സയണും കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ റൂട്ട് സ്റ്റോക്കിലേക്ക് സയൺ ഒട്ടിച്ച് കൊടുക്കുക. അതായത് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് നന്നായി ചുറ്റി കെട്ടുക. അങ്ങനെ സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ പിന്നെ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് കമ്പൊട്ടിക്കൽ? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച ഇനം തൈ ഉണ്ടാക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നാണ് പറയുക. അപ്പോൾ റൂട്ട് സ്റ്റോക്ക് എന്താണ്, സയൺ എന്താണെന്ന് വ്യക്തമായി പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കും റൂട്ട് സ്റ്റോക്ക് എന്താണെന്നും സയൺ എന്താണെന്നും. അപ്പോൾ നമുക്കറിയാം റൂട്ട് സ്റ്റോക്ക് പറഞ്ഞാൽ വേരോട് കൂടി നമ്മൾ എടുക്കുന്ന ചെടിയാണ് റൂട്ട് സ്റ്റോക്ക്. ഏതാണോ ഒട്ടിക്കുന്നത് ആ കമ്പിനെയാണ് നമ്മൾ സയൺ എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫ്റ്റിംഗ് ചെയ്തെടുക്കുന്ന സസ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പേജിൽ ചോദിച്ചിട്ടുള്ളത്. പോയിന്റിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈകൾക്കുള്ള ഗുണങ്ങൾ. പെട്ടെന്ന് ഉണ്ടാവില്ല, അതന്നെയാണ്, പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇങ്ങനത്തെ സസ്യങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും, മറ്റേ മാവിൻ്റെയും 2 മാവിൻ്റെയും എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ അടിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, മൽഗോവ നാടൻ മാവിനമായ ഗോമാവ്. അവ 2 ഒരു മൽഗോവ മാവുണ്ട്, അതുപോലെ നാടൻ മാവായ ഗോമാവുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ ഏതാണ് റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുക, സയണായിട്ട് എടുക്കുക എന്നൊക്കെ ചോദിക്കേണ്ടത്. ഏതായിരിക്കും റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുക? ഗോമാവിൻ്റെ തൈയാണ്. പിന്നെ സയണായിട്ട് എടുക്കേണ്ടത് മൽഗോവ മാവിൻ്റെ അതിമത്തെ ഒരു കമ്പുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രാഫ്റ്റിംഗ്. ഇനി അടുത്തത് ബഡ്ഡിംഗ് ആണ്, മുകുളം ഒട്ടിക്കൽ. അപ്പോൾ നമ്മൾ ബഡ്ഡിങ് പറഞ്ഞാൽ എന്താണ് കേട്ടാൽ തന്നെ മനസ്സിലാവും. ബഡ് പറഞ്ഞാൽ എന്താണ്, മുകുളാണ് അല്ലേ. അപ്പോൾ മുകുളങ്ങൾ ഒട്ടിക്കുക, അതായത് ഒരു ചെടി ഏതാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു പ്ലാവിലാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഒരു പ്ലാവ് നമുക്ക് മികച്ച ഇനം
പ്ലാവാണ്. അപ്പം നോക്കാം എന്താണ് ഇനി പേജിൽ പറയുന്നത് നോക്കാം. മുകുളം ഒട്ടിക്കലിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച തൈ ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിലുണ്ട് റൂട്ട് സ്റ്റോക്കും സയണൊക്കെ. എന്താണ് നമുക്ക് മനസ്സിലായി? റൂട്ട് സ്റ്റോക്ക് പറഞ്ഞാൽ ഏതിലേക്കാണോ നമുക്ക് ഒട്ടിക്കേണ്ടത് അതാണ് റൂട്ട് സ്റ്റോക്ക്. എന്താണ് ഒട്ടിക്കുന്നത് അതാണ് സയണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കണം, അതാണ് സയണ്. എന്നിട്ട് പിന്നെ ഏതിലേക്കാണോ ഏത് മാവിലേക്കാണോ നമ്മൾ വളർത്തിയ നാടൻ തൈ ഉണ്ടല്ലോ അതിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? ഈ മുകുളം മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്ത് ആ തൈയിൽ, അതായത് റൂട്ട് സ്റ്റോക്കിൽ ഒരു ഇതുണ്ടാക്കി വെക്കണം, ഒരു പുറന്തോലി ചെത്തി മാറ്റി അത് ഒട്ടിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ്, റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയണ് വെച്ച്, അതായത് അതിൻ്റെ മുകുളം അങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെക്കണം. വെച്ചിട്ട് പിന്നെ പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് കെട്ടണം. പിന്നെ അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പ്, മുകുളം അങ്ങനെ വളരാൻ തുടങ്ങും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുകുളം വളരാൻ തുടങ്ങും. അങ്ങനെ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം പിന്നെ എന്ത് ചെയ്യണം? മുറിച്ച് മാറ്റിക്കാണ്ട് മുകുളം വളർന്നതിന് ശേഷം പിന്നെ ഈ തൈ എവിടെയെങ്കിലും മാറ്റി വെക്കാം. പറമ്പിലോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചാൽ വളരേണ്ട സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത്രയാണ് ബഡ്ഡിങ്. നമ്മൾ റോസ് അതിലൊക്കെ ബഡ്ഡിങ് ചെയ്യും. ബഡ്ഡിങ്ങിന് കുറേ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊക്കെ ഉണ്ട്, റോസ്, ചെമ്പരത്തി, കുറേ ഇതിലൊക്കെ നമുക്ക് അങ്ങനെ ബഡ്ഡിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ്ങും പഠിച്ചു, ലെയറിങ് പഠിച്ചു, ബഡ്ഡിങ് പഠിച്ചു. അപ്പോൾ ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.